പത്രോസേ, നിനക്കെൻ്റെ കൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കാൻ കഴിയുന്നില്ലേ? ഗുരു, അങ്ങക്ക് എന്താണ് സംഭവിച്ചത്? നാഥ, ഞാൻ മറ്റുള്ളവരെ കൂടി വിളിക്കട്ടെ? വേണ്ട യോഹന്നാനെ, ഈ അവസ്ഥയിൽ അവരെന്നെ ഇങ്ങനെ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, അങ്ങ് അപകടത്തിലാണോ? നിങ്ങളിവിടെ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഗുരുവിന് എന്താണ് സംഭവിച്ചത്? അവനാകെ അസ്വസ്ഥനായിരിക്കുന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വരാനിരിക്കുന്ന വഞ്ചനയെപ്പറ്റിയും ദുരന്തത്തെപ്പറ്റിയും അവൻ സൂചിപ്പിച്ചിരുന്നില്ലേ? മുപ്പത് യൂദാസ് 30, അതായിരുന്നു ഞാനും നീയും തമ്മിലുള്ള ഉടമ്പടി. പാപത്തിൻ്റെ ഈ മുഴുവൻ ഭാരവും ഒരു മനുഷ്യന് വഹിക്കാൻ കഴിയുമെന്ന് നീ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? പിതാവേ, എന്നെ രക്ഷിച്ചാലോ? അതേ പിതാവേ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നിന്നിൽ അഭയം തേടുന്നു. ആർക്കും കഴിയാത്ത വലിയ ഭാരമാണിത്. ഞാൻ നിന്നോട് പറയട്ടെ, ഈ ഭയങ്കര വലിയ ഭാരം നിനക്ക് താങ്ങാൻ കഴിയില്ല. നിനക്കൊരിക്കലും കഴിയില്ല. മറ്റുള്ളവരുടെ ആത്മാക്കളെ രക്ഷിക്കുക എന്നത് ലോകമണ്ടത്തരമാണ്. പിതാവേ, അങ്ങേക്കെല്ലാം കഴിയും. അങ്ങേക്ക് മാത്രമേ അതിന് കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എങ്കിലും എന്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അങ്ങയുടെ ഹിതം മാത്രം. യൂദാസേ, നീ ചുംബനം കൊണ്ട് മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുകയാണ്. പത്രോസേ,
വാളുറയിലിടുക. വാളെടുക്കുന്നവൻ വാളാൽ തന്നെ വധിക്കപ്പെടും. നോക്കൂ, എന്തുകൊണ്ടാണ് ഈ രാത്രി എല്ലാ രാത്രിയേക്കാൾ വ്യത്യസ്തമായിരിക്കുന്നത്? അമ്മേ, യേശുവിനെ അവർ പിടിച്ചുകൊണ്ടുപോയി. ഏത് ഭിക്ഷക്കാരനെയാണ് നിങ്ങൾ ഈ പാതിരാത്രിയിൽ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? നസ്രായനായ യേശുവാണ് ഇവിടെ പ്രശ്നക്കാരൻ. ഇവൻ രാജാവാണ്. നീ ആ ആശാരിയുടെ മകനല്ലേ? നീ രാജാവാണോ? നിന്റെ രാജ്യം എവിടെയാണ്? നീ എന്താണൊന്നും മിണ്ടാത്തത്? പറയൂ, നീ ആരാണ്? നീ മിശിഹായാണോ? അതെ, അതങ്ങ് പറഞ്ഞു കഴിഞ്ഞു. മനുഷ്യപുത്രൻ അധികാരത്തോടെയും മഹത്വത്തോടെയും ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നത് നിങ്ങൾ കാണും. ഇത് ദൈവം നിന്നെയാണ്. നിങ്ങളെ ഞാൻ ആ നസ്രായനായ യേശുവിന്റെ കൂട്ടത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. എന്നെയോ? ഞാൻ അയാളെ അറിയുകയില്ല. ഞാൻ നിന്നെ യേശുവിൻ്റെ കൂടെ മുന്നേ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് തെറ്റുപറ്റിയതാ. ഞാൻ അയാളെ അറിയുകയില്ല. ആര് പറയുന്നു? നിങ്ങളെ അയാളുടെ കൂട്ടത്തിൽ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല, ഞാൻ ആണയിട്ട് പറയുന്നു, സത്യമായിട്ടും ഞാൻ അയാളെ അറിയുകയില്ല. ഇതിനു മുൻപ് ഞാൻ അയാളെ കണ്ടിട്ട് പോലുമില്ല. ഗുരു, അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങേ പിന്തുടരും. കാരാഗ്രഹത്തിലേക്കായാലും മരണത്തിലേക്കായാലും. ഞാൻ നിന്നോട് പറയുന്നു, കോഴി കൂവുന്നതിന് മുൻപ് നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും. ഞാൻ പാപം ചെയ്തു പോയി. കുറ്റമില്ലാത്ത രക്തം ഞാൻ ഒറ്റുകൊടുത്തു. യേശുവിനെ നിങ്ങൾ വിട്ടയക്കണം. കുറ്റമില്ലാത്ത രക്തം ഒറ്റിക്കൊടുത്തുവെന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ അത് നിന്റെ കാര്യം. നിങ്ങൾ രാജാവാണ് അല്ലേ? അങ്ങ് തന്നെ പറയുന്നു ഞാൻ രാജാവാണ്. ഞാൻ ജനിച്ചതും
ലോകത്തിലേക്ക് വന്നതും അതിനു വേണ്ടിയാണ്. അതെ, സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. എൻ്റെ വിസ്താരം ഇവിടെ പൂർത്തിയാവുകയാണ്. നിങ്ങൾ ആരോപിക്കുന്ന ഒരു കുറ്റവും ഇയാളിൽ ഞാൻ കാണുന്നില്ല. ഈ മനുഷ്യൻ ഒരു ഗലീലിയക്കാരനല്ല, ഹേറോദേസ് രാജാവിൻ്റെ പ്രജ. ഹേറോദേസ് രാജാവ് തന്നെ ഇയാളെ വിധിക്കട്ടെ. നീ അന്ധന് കാഴ്ചശക്തി നൽകിയതും മരിച്ചവരെ ഉയർപ്പിച്ചതും സത്യമാണോ? എന്നോട് പറയ്. നിനക്ക് എവിടെ നിന്നാണ് ഈ മായാജാല സിദ്ധി ലഭിച്ചത്? നീ രാജാവാണോ? നിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് ഞാനും ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്ന് രണ്ട് അത്ഭുതങ്ങൾ ഇവിടെ എന്നെയും നീ ഒന്ന് കാണിക്കേ. ഈ വിഡ്ഢി എന്റെ കൺമുൻപിൽ നിന്ന് ദൂരെ കൊണ്ടുപോ. അവനൊരു കുറ്റക്കാരനുമല്ല, ഒരു ഭ്രാന്തൻ മാത്രം. നിന്നെ കുരിശിൽ തറയ്ക്കാനും വിട്ടയക്കാനുമുള്ള അധികാരം നമുക്കുണ്ടെന്ന് നീ അറിയുന്നില്ലേ? ഉന്നതങ്ങളിൽ നിന്ന് നൽകിയാലല്ലാതെ നിങ്ങൾക്കെൻ്റെ മേൽ ഒരു അധികാരവുമില്ല.